ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഉണ്ടല്ലേ, ഒരു സ്പെഷ്യൽ വ്ളോഗ് ഉണ്ട്. ചില കുറേ നഴ്സറിയുടെ വീഡിയോസും അതിൽ പിന്നെ കുറേ കുക്കിംഗ് വീഡിയോസും നിങ്ങളായിട്ട് ഷെയർ ആക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൊണ്ടല്ലേ കൂടെ ഞാനൊരു കറി ആക്കിയൊന്നുമില്ല. ഇപ്പോൾ ಫಸ್ಟ್ ಕಿಚನ್ ಬಂದು ഇപ്പോൾ ഞങ്ങൾക്ക് നോർമൽ ആയിട്ടുണ്ടല്ലേ, ഇപ്പോൾ നീരുള്ളി ടൊമാറ്റോ മുറിക്കോകും ಅದರ ಮಸಾಲೆ ಹಾಕೋകും നല്ല ടൈമേ ഇല്ല, അല്ലെങ്കിൽ മുല വരച്ച് വെച്ചത് എന്തും ഇല്ലാണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഒരു നാഷ്ടത്തേക്ക് ക്വിക്കാക്കിയിട്ട് ഒരു കറി ആക്കിയിട്ട് എടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു കറി ആയിത്തിക്ക് ಬೆಸ್ಟ್ ಅಂತ ಚೆಲ್ಲರೆ. അപ്പോൾ ನಾನು ഒരു ಪ್ಯಾನ್ ಇಟ್ಕೊಂಡ್ರೆ ಪ್ಯಾನ್ಗೆ ತೆಲ್ಲು ಬಟರ್ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಿತ್ತು. ಬಟರ್ ಒಂದು ಮೆಲ್ಟ್ ಆಗಿ ಬಂದಲ್ಲಿ പിന്നെ 1 ടേബിൾ സ്പൂൺ ಹತ್ರ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ಹತ್ರ മൈദ പൊടി ഇട്ടിട്ട് കൊടുക്കുന്നു. ഇട്ടിട്ട് കൊടുത്തിട്ടു ആ മൈദത്തൊരു പച്ച മന ഇക്കറല്ലേ അതൊന്ന് പോയി കിട്ടത്തോളൂ ലോ ഫ്ലേമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നു. പിന്നെ ಇದಕ್ಕೆ ഒരു കപ്പ് ಹತ್ರ ഇങ്ങനെ പാലിൻ്റെ ബീത്തിട്ട് കൊടുക്കണം. നോർമലായിട്ട് പൈര പാലുണ്ടല്ലേ ആ പാലൈത്തിക്ക് ഇട്ടിട്ട് കൊടുത്തേ. ഇട്ടിട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നു. ആ ടൈം ആകുമ്പോൾ ഞാൻ കലകിയിട്ടുണ്ടല്ലേ ക്ലീൻ ആക്കിയിട്ട് വെച്ചു മഷ്റൂം ആയിത്തിക്ക് എടുത്തോണ്ടേ. അപ്പോൾ മഷ്റൂം ഒന്ന് ഇട്ടിട്ട് കൊടുത്തിട്ട് ആയ പിന്നെ അതിക്ക് തെല്ല് ಟೇಸ್ಟಿಗೆ ಬೇನೆ ಹತ್ರ ಉಪ್ಪು ಒಂದು ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತು നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ലിറ്റർ ക്ലോസ് ആക്കിയിട്ട് ഇതിനങ്ങ് കുക്കാക്കിയിട്ട് എടുത്താൽ ടൈം കഴിത്ത് അവിടെ ಬೇನಿನ ടൈമിക്ക് ഗാർലിക് ഉണ്ടല്ലേ ಬೆಳ್ಳುಳ್ಳಿ അതൊന്ന് ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി ഉണ്ടല്ലേ ഞങ്ങൾക്ക് നോർമലായിട്ട് മക്കൾക്ക് ഇപ്പോൾ ലഞ്ച് ബോക്സ്ക്ക് അല്ലെങ്കിൽ സുബൈത്തെ ബ്രേക്ക്ഫാസ്റ്റുക എന്തെങ്കിലും അർജൻറ്റായിട്ട് നിങ്ങൾക്ക് കറിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കറി ബെസ്റ്റ് കറി ഉണ്ട് ചെല്ല. അപ്പോൾ ഞാനിവിടെ ഒന്നുണ്ടല്ലേ മഷ്റൂം ഒന്ന് കോന്ന് വെച്ചതും എന്ത് അപ്പോൾ നോർമലായിട്ട് ഇവിടെ കാക്കക്ക് ഞാൻ ಬೇರೆ ತರಕಾರಿ ಕರಿയും ആക്കിയിട്ട് എടുത്ത് തിന്നാം. പിന്നെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ಬೇಗ ಎಕ್ಸ್ಪೈರ್ ಆಯ್ತು ಗಿಟ್ಟರಲ್ಲ ಜನ್ 3-4 ಮಾತ್ರ ನಂಗೆ ಮಶ್ರೂಮ್ಡು ಎಕ್ಸ್ಪೈರ್ ಡೇಟ್ ಇಕ್ಕರು. അപ്പോൾ ഇവിടെ ഞാനൊന്ന് മിഡിലിൽ ലിഡൊന്ന് ഓപ്പൺ ആക്കിയിട്ട് തെല്ല് പെപ്പർ പൗഡർ ഒരു സ്പൈസിനെസ് കട്ടിച്ചു ಅಂತ തെല്ല് പെപ്പർ പൗഡർ ഇട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പാടം ലീഡർ ക്ലോസ് ആക്കിയിട്ട് ഒരു 2-3 ಮಿನಿಟ್ಸ್ ಇದ್ರೆ ಕುಕ್ ಹಾಕಿಟ್ಟು ಇರ್ತಾನೆ ಟೈಮ್ ಮಶ್ರೂಮ್ പിന്നെ ಬೇಗ ನನಗೆ ಉಕ್ಕಾയിട്ട് ಉಮ್ಕಿಟ್ಟು തെല്ല തണ്ണി പൊട്ട് ತುಂಬಂಡು. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചുമ്മാ ഡ്രൈ പോലെ സൈഡ് ഡിഷ് ചോറിಗೆಲ್ಲ സൈഡ് ഡിഷ് ಬೇನುಂಟಾയെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. അല്ലാണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പോലെ പത്തര അങ്ങനത്തെല്ലാം തിന്നണമെങ്കിൽ ഒരു ബെസ്റ്റ് കറി ഉണ്ട് ചില. പിന്നെ മഷ്റൂം എന്തിനാ ಹೆಂಗೆ ചെന്നിട്ടെങ്കിൽ ഞങ്ങൾ കറി ഉണ്ടല്ലേ ആക്കി വെച്ചിട്ട് അದ್ರ പിന്നെ ಬೆಚ್ಚಾಕಿತ್ತು ತಿನ್ನೋದು ಅತ್ತರ ഒരു ഹെൽത്ത്ക്ക് നല്ലല്ല. ಬಟ್ ಮಶ್ರೂಮ್ ഞങ്ങൾക്ക് നല്ലമേ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് കോന്ത് ಅದ್ರ ಹಾಕಿತ್ತು ತಿನ್ನೋ ചുമ്മ നാൾ ಬೆಚ್ಚಿತ್ತು മഷ്റൂമിൻ്റെ ഇതാക്കോത്തീര. പിന്നെ അതിൽ എക്സ്പയറി ഡേറ്റ് ഇക്കിട് പിന്നെ കറി ആക്കിയിട്ട് ಬೆಚ್ಚಿತ್ತುಂಡല്ലേ ഒർക്ക ആക്കി വെച്ചിട്ട് ಅದ್ರ പാടൊർക്കത്തെ ಬೆಚ್ಚಾಕಿ ತಿನ್ನರೆ ഉച്ചಗೆ ಹಾಕಿದ್ದು ಜಾವು ತಿನ್ನರೆ അങ്ങനെയെല്ലാം ആക്കിയിട്ട് തിന്നാണ്ടിക്കറത് ബെസ്റ്റ് മഷ്റൂമിൻ്റെ അങ്ങനെ. അപ്പോൾ അതൊന്ന് കറി ആയിത്തല്ലേ. നെക്സ്റ്റ് കൂടെ ഞാൻ ഈ ചൊര ഉണ്ടല്ലേ ഈ 2 ടൈപ്പിടെ ചൊര കൊണ്ടുകൂടെ നോക്കണം. ഒന്ന് റൗണ്ടും ഒന്നും ഈ ടൈപ്പിടെ ചൊര. അപ്പോൾ ഇതിൽ ഒരു ചൊരയുടെ ഞാനിൻ്റെ ഒരു പായസം ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ಪಾಯಸ ಚೆಲ್ಲದವರು ಹಲ್ವಾ ಪಾಯಸ ಅಂತ ಚೆಲ್ಲ. ಬಟ್ ಈ ಒಂದು ಪೇರು ಬರೋ ರೀಸನ್ ಎಂದ್ರು ಅಂತ ನನಗೆ പിന്നെ ಚೆಲ್ಲ. ಬಟ್ ಈ നെക്സ്റ്റ് ഈ റൗണ്ട് ഷേപ്ഡ് ചൊരയിടും ഒരു മുളക് തന്നി കറി ആക്കിയിട്ട് എടുക്കാച്ചു ಅಂತ അങ്ങനെ വിചാരിച്ച പിന്നെ ഇതൊന്ന് സൈഡിൽ വെച്ചിട്ട് ഈ ഒരു ചൊരയുടെ പായസം എങ്ങനെ ആക്രോച്ച് ಅಂತ ಚೆಲ್ಲ. അപ്പോൾ ഹൽവ പായസ ചെല്ലൊക്കെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആക്കി പൽക്കഞ്ഞിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇതുണ്ടല്ലേ ഒരു സ്കിന്നറൊണങ്ങ എടുക്കണം അದ್ರ തോലിക്കറല്ലേ അത് എടുക്കണം. പിന്നെ ಇದಕ್ಕೆ ಇದೇ ನಾನು ಕೂಡ കാട്ടിയില്ല ആ ചൊര ಮಾಡಿ ഈ ചൊര ಮಾಡಿ ഏതോ ചൊര ആയിട്ടായെങ്കിൽ ഇത്തരമേ. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഇതിലുണങ്ങ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടല്ലേ ഞാൻ നോർമലായിട്ട് പണ്ടെല്ലാം ഉമ്മമാരെല്ലാം ഞങ്ങൾക്ക് ആക്കി തന്നു ചൊരയുടെ ജ്യൂസു ചൊരയുടെ കഞ്ഞി മണ്ണി അങ്ങനെയല്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ചക്കര കഞ്ഞി പോലത്തത് പോലെ ഒരു പായസത്തെ ടൈപ്പിലായിത്തേക്ക് ആക്കിയിട്ട് എടുക്കരുത്. ഇതൊരു സ്കിന്നൊന്നും എടുത്തത് ചെറിയ പീസാക്കിയിട്ട് മാത്രം കട്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ തെല്ല് ಬೆಲ್ಲഞ്ഞ പോലത്തോ ഇത് എടുക്കണുണ്ടെങ്കിൽ ಅದರ ಬಿತ್ತರ ಸೈಡ್ ಅದು എടുക്കണം. പിന്നെ ಎಲ್ತ್ പോലത്തത് ഉണ്ടെങ്കിൽ ಅದರ ಬಿತ್ತು ಇಡೋದ್ಲೇಂದು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. അപ്പോൾ തെല്ലിഞ്ഞ് ಬೆಡ್ಕಾಯ ಪಲ್ಯ ಅಂತ ಅದನ್ನು ಕಟ್ಟಾಕಿಟ್ಟು ಇರ್ತದೆ. പിന്നെ ಇದು ಎಲ್ತ್ ನಲ್ಲ ಬಿತ್ತೆಂದು ಮಂಗನ್ ತೈಟಿಲ್ಲ ಅಂತ ചെറിയ ಪಲ್ಯ ಮೇಯ್ನು. അപ്പോൾ ನಾನುಂಡಲ್ಲ ಇದ್ರು ಇತರ ಬೆಳ್ಳಿಯ ಪೀಸ್ ಕಟ್ಟಾಕಿತ್ತು ചോപ്പറിലൊന്നിട്ട് ചോപ്പ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചുമ തരി പല കിട്ടില്ല. നിങ്ങൾക്ക് ടൈം എന്തുണ്ടെങ്കിൽ നല്ല ഒന്ന് ഹൽവത്തിക്കെല്ലാം ഞങ്ങൾ കുമ്പിളിങ്ങനെ ചൊരച്ചിട്ടില്ലേ ക്യാരറ്റെല്ലാം ചിറക്കിടല്ലേ അങ്ങനെ ചരച്ചിട്ടിട്ടെങ്കും മാവും അതും നല്ല ഒരു അല്ലാണ്ടെങ്കിൽ ചോപ്പർ വെച്ചിട്ട് ചോപ്പാക്കിയിട്ട് എടുക്കും. പിന്നെ ഇത്ര വലിയ പീസ് എന്താവോ തീരെ ഇത് ഞാനിപ്പോൾ ചോപ്പർക്ക് ഇടുന്നത് കൊണ്ട് തയ്ത്തിക്കറ് ഇതിൽ ഇത്ര വലിയ പീസ് ആക്കിയിട്ട് എടുക്കറേ. അപ്പോൾ ഈ ഒരു ഹൽവ ആക്കിയിട്ടുണ്ടല്ലോ ನಾನು സുബൈക്ക് എത്തിക്കറേ ഇത് ഒരു ആക്കിയിട്ട് എടുക്കറേ എന്നിട്ടെങ്കിൽ ഹസ്ബൻഡ് ഡ്യൂട്ടി പോകുമ്പോൾ പിന്നെ കാക്കകും കൊടുക്കാല്ലേ അയൽക്കും പിന്നെ ഫ്രഷ് ആയിട്ട് ആക്കിയിട്ട് കൊടുക്കാൻ ചൊന്തും അങ്ങനെ. പിന്നെ ഈ ഒരു ഹൽവത്തുണ്ടല്ലേ ടേസ്റ്റ് നോക്കിയിട്ട് കാക്ക ചൊന്തു ഇത്
ಸಾರಿ ಈ ಒಂದು ಪಾಯಸದ ಟೇಸ್ಟ್ ನೋಕಿದ್ದು ಕಾಕ ಅಂದರು ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് നോർമലായിട്ടുള്ള പായസമല്ല ഇതൊരു ഹൽവ പായസമാച്ചൊന്തു അങ്ങനെ കാക്ക ഒരു പേര് എത്തിക്കുക ഹൽവ പായസം అంటే ತಿನ್ನೋಗಂತೂ നല്ല ಟೇಸ್ಟಿ ಇಟ್ಟಿಂತಲ್ಲ അങ്ങനെ പിന്നെ സ്വന്തം ഇഡ്ഡലി ನಾನು ಅದಕ್ಕೆ ಮುಕ್ಕಿತ್ತು ತಿಂಡ್ರೆ ಅത്ര നല്ല ടേസ്റ്റി ആയിട്ട് ബട്ട് ഒരു ഹൽവത്ത് ഒരു ടെക്സ്ചർ അതിൽ കിട്ടിയോണ്ടിട്ട് ഹൽവത്തെ ഫ്ലേവർ ಬಂದോണ്ടിട്ട് അത് അങ്ങനെ ചെറിയ പീസാക്കി കട്ടാക്കിയിട്ടതെല്ലാം ಗೊತ್ತಿಲ್ಲ പിന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുക്കുണ്ടല്ലോ നേരെ ഇത് ഈ പണ്ടെല്ലാം ആക്കിക്കൊണ്ടിരുന്നത് എങ്ങനെ വെച്ചാൽ അരി ഉണ്ടല്ലോ പച്ചരി അതൊന്ന് അരച്ചിട്ട് നനച്ചിപ്പിച്ചിട്ട് ഒരു 1/4 കപ്പ് അത്ര അതൊന്ന് നനച്ചിപ്പിച്ചിട്ട് അരച്ചിട്ട് പിന്നെ അದ್ರ എടുത്തിട്ട് ಇದಕ್ಕೆ ಪ್ಯಾಪ್ ಆಟುമ്പോൾ ಕುರ್ಕೊಂಬತ್ತಿಗೂ ಅದರ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಿತ್ತು പിന്നെ ಅದ್ರ ಹಲ್ವ ಹಾಕಿಟ್ಟು ಪ್ಯಾಪ್ ಆಟಿಟ್ಟು ಇರ್ತೋ ಇನ್ನುಂಟು ಬಟ್ ನಾನೂಡೆ ಆ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ആക്കിയത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇട്ടിട്ടില്ല ಅಂತ ഇവിടെ അದ್ರ ബദൽക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ട് ತೆಗೆದಿಕ್ಕೆ ಹಾಕಿಟ್ಟು ಇರ್ತಾರೆ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇത് എങ്ങനെ ആക്കുന്നത് നോക്കാം ഇവിടെ ചോപ്പറിലൊന്നും ഇങ്ങനെ ചോപ്പാക്കി തെടുത്ത സബല് ഞങ്ങൾക്ക് ഈ ഒരു പായസം തിന്നുമ്പോൾ ചെറിയ തരിയുടെ ഒരു ചൊറയുടെ തരി ഞങ്ങൾക്ക് കിട്ടണു കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അലക്ക ഞങ്ങൾ ചർച്ചിട്ട് മിക്സി ജാറിലായിട്ട് ഇങ്ങനെ മഞ്ഞപ്പലാക്കിയിട്ട് അങ്ങനെ മേടിക്കത്തില്ല പിന്നെ ഇങ്ങനെ ആക്കുക എന്താ വെച്ചാൽ മിക്സി ജാറിക്കിട്ടിട്ട് ചെറിയ മിക്സി ജാറിക്കിട്ടിട്ട് ക്രഷ് ആക്കിയിട്ട് ഓൺ ഓഫ് ആക്കിയത് ക്രഷ് ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ മാവു ബട്ട് ചോപ്പർ ഉണ്ടല്ലേ ഞാൻ എനിക്ക് കാട്ടിയില്ല അങ്ങനത്തെ ഒരു ഇലക്ട്രിക് ചോപ്പർ അത് ഞാൻ ഓൺലൈനിൽ എടുത്തില്ല ബട്ട് അങ്ങനത്തെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായെങ്കിലും എനിക്ക് സൈഡിലുണ്ടല്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ വീഡിയോത്തോ പ്രോഡക്റ്റ് ടാഗ് ആക്കി തിക്കറല്ലേ അതൊന്ന് ക്ലിക്ക് ആക്കിയിട്ട് കൊടുക്കുറോ ಇಲ್ಲಿ ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಬಾಕ್ಸ್ നിങ്ങൾ ചക്കാക്കി ആക്കിയാറുണ്ടായെങ്കിൽ അതിലൊരു ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ബൈ ആക്കുക അവർ കിട്ടിയിട്ടുണ്ടായി ഷെയർ ആക്കുക അങ്ങനെ അപ്പോൾ ഇതൊന്ന് നോക്കൂ ജസ്റ്റ് കുക്കർ കൊന്നിട്ടിട്ട് അതിൽ തണ്ണി ബീറ്റിട്ട് ഇതൊന്നും ഞങ്ങൾ നല്ല പേപ്പാട്ടി തിരക്കുന്നു പിന്നെ ചൊറ ಬೇಗ ಬೇವಡೆದ್ಕೊಂಡಿಟ್ಟು ഒരു 3 ವಿಜಿಲ್ಸ್ ಮೈಯೋಡು ಆ ഒരു ടൈമിൽ ഇവിടെ ನಾನು ഒരു 3 ടേബിൾ സ്പൂൺ എത്രയുണ്ടല്ലോ ഗോതിര പൊടിയിൽ ചപ്പാത്തി ആക്കുന്ന പൊടി അതെടുത്തുകൊണ്ട് അതിൽ 1/4 ചമച്ചല്ല 1/4 കപ്പ് ಹತ್ರ ತಣ್ಣಿ ಬೀತೀರ ಇದನ್ನು നല്ല ಒಂದು ಸ್ಪೂನ್ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കും ഒരു ಗಂಟೆ എന്തും മിക്കോകുത്തീരാം നല്ല പൊളൊന്നിದ್ರೆ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചെന്നല്ലേ നോർമൽ ഇത് നിങ്ങൾക്ക് പണ്ടത്തെ ഒരു ടേസ്റ്റൊരു പായസം ಬೇನುಂಟಾയെങ്കിൽ ഇവിടെ ഒരു 1/4 കപ്പ് ಹತ್ರ പച്ചരിയുടെ ജാവ് നഞ്ചിത്ത് വെച്ചിട്ട് പൊട്ടു സുബൈക്ക് ആക്കാറുണ്ടായെങ്കിൽ നഞ്ചി വെച്ചിട്ട് പിന്നെ അതൊരു ചെറിയ മിക്സി ജാറിക്കിട്ടിട്ട് നല്ല പൊളൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് ಅದರ ಬದಲಿಗೆ ಐತಿಕ್ಕೆ ನಾವು ಈ ಗೋಧಿರ ಪೊಡಿ ಇರ್ತರು ಅಪ್ಪ ನಿಂಗೆ അങ്ങനെ ಬೇನುಂಟಾയെങ്കിൽ ಅದು അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അരിടൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് ഇട്ടിട്ട് കൊടുത്തായിട്ട് ഈ ಗೋಧಿರೋ ಈ പൊടി ഉണ്ടല്ലോ കലക്കിയിട്ട് ഇടുന്നതിന് ബദൽക്ക് അങ്ങനെ അപ്പോൾ നിങ്ങൾ മൈദ എന്തു കലക്കിയിട്ടിടൊക്കെ പോകണ്ട ഹെൽത്തിക്കും നല്ലതല്ല പിന്നെ ഒരു ഹെൽത്തി ആയിട്ട് നിങ്ങൾ ചൊരടെ ഇങ്ങനെ പായസം ഇങ്ങനെ തിന്നുമ്പോഴത്തോ കൂടുതൽ ഗോതിര ഇട്ടെങ്കിൽ നല്ല പോലെ കണ്ട് അറിയില്ലുണ്ടായെങ്കിൽ ഗോതി അങ്ങനെ അത്ര ആകുമ്പോൾ ഞങ്ങളോട് ചൊര ഉണ്ടല്ലേ നല്ല പോലെ ഒന്ന് ബെന്തിട്ട് ಬಂದರು അപ്പോൾ എത്ര ബെന്തിട്ട് അത്ര ഞങ്ങൾക്ക് നല്ല തിന്നുമ്പോഴത്തേൽ ചെറിയ പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റി ആവറല്ലേ അപ്പോൾ ಬೆಂದು ಬಂದ್ಮೇಲೆ പിന്നെ മധുരത്തിക്ക് നിങ്ങൾക്ക് എത്ര ಬೇನೆ അത്ര ചക്കര ഒന്ന് ഇട്ടിട്ട് കൊടുക്കൂ അപ്പോൾ നിങ്ങൾക്ക് ചുമ മധുര ഇതാക്കലുണ്ടായെങ്കിൽ ഇതുണ്ടല്ലോ ഒരു പീസ് ഇത്ര മെയ്യാവും പിന്നെ നിങ്ങൾ ചൊരയ്ക്ക് ഡിപ്പെൻഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇറക്കുற ചൊര വലിയ സൈസ് ആയിട്ട് ಇಂತುಂಟಾയെങ്കിൽ നിങ്ങൾക്ക് എത്ര മധുരത്തിക്ക് ಬೇನೆ അത്ര എടുക്കൂ അതിൽ പിന്നെ എൽത്തരിയുടെ പൊടി ಇಂತುಂಟಾയെങ്കിൽ കൂടെ എൽത്തരിയുടെ പൊടി ഇടൂ നട്ടിട്ട പൊടി ಇಲ್ಲ ಅಂತ അങ്ങനെ പിന്നെ ഒരു ജണ്ട് എൽത്തരിട്ടു എല്ലാവരും ക്രഷ് ആക്കിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ മീറ്റിട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ പായസത്തിൽ കിട്ടും പിന്നെ പായസത്തിൽ ഒരു എൽത്തരി ഇട്ടില്ലെങ്കിൽ പിന്നെ അതൊരു ഞങ്ങൾക്കൊരു ഫ്ലേവർ കിട്ടില്ലല്ലേ അപ്പോൾ എന്തായെങ്കിലും എൽത്തരി ഇട്ടിട്ട് കൊടുക്കുറു ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് ബണ്ട് അപ്പോൾ ഇതൊന്ന് ചക്കര ഒന്ന് മെൽറ്റ് ആവുടത്തോളുടല്ലേ ഞങ്ങൾ ഇത് പാപ്പാട്ടിട്ട് എടുക്കുന്നു അത് ഞങ്ങൾക്കിപ്പോൾ ചെറിയ തരി ഇക്കറല്ലേ ചൊരട് അതും നല്ല കുക്ക് ആയിട്ട് ബണ്ട് ആ ചക്കരയുടെ പാക്കത്ത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടും ബണ്ട് അപ്പോൾ ഇവിടെ നോക്കൂ ചക്കര നിങ്ങൾക്ക് ഞാൻ പഠിച്ചെന്നല്ലേ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മധുര യാറാവുടെ ഉണ്ടായെങ്കിൽ ഫസ്റ്റ് ഒരു തെല്ല് ചക്കര ഇട്ടിട്ട് നോക്കൂ പിന്നെ നിങ്ങൾക്ക് മിഡിൽ അതൊരു ടേസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ചക്കരയുടെ ಬೇಂಡೆ ಎಂದ್ರು വെച്ചത് കറക്റ്റായിട്ട് കൊണ്ടുവരും അപ്പോൾ ചക്കര ഒന്ന് മെൽറ്റായി വന്നാൽ പിന്നെ ഉടുണ്ടല്ലേ ഞാൻ പാതിക്കടി ഇരത്തര ഒരു ചെറിയ കടി തേങ്ങ അതിൽ ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ ಅಂತ ಎಂದು ಇರ್ತದಲ್ಲ ಜಸ್ಟ್ ಒರ್ಕಮ್ಮಿ ನಾನು ಅದ್ರ ಗ್ರೈಂಡ್ ಹಾಕಿದ್ದು ಪಾಲ್ಡೊಂದು ಇಟ್ಟು ಕೊಡ್ತಾರೆ അപ്പോൾ പാൽ ബി ತುಂಬ ಅದೇ ಪಾಲ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ചുമ ലൂസ് പാലിക്കറല്ലേ ഇപ്പം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഇದ್ರ ಗೋಧಿರೋ അരച്ചിട്ടിടുമ്പോൾ അല്ലെങ്കിൽ അരി അരച്ചിട്ട് ಇದಕ್ಕೆ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അത് മന്ദായോ ബണ്ട് ಅದರ ಮಂದಾಕಿಟ್ಟು എടുക്കുകോസ്ಕರമേ ಅದು ഞങ്ങൾ ಗೋಧಿರೋದು ಇಲ್ಲಂಟಾയെങ്കിൽ അരി അരച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുറേ അപ്പോൾ തെല്ല് ഇದ್ರ ಮಾತ್ರ ಬ್ಯಾಲೆನ್ಸ್ ಆಗುವ ഒരു തെല്ല് ഉപ്പിട്ടിട്ട് കൊടുക്കുರು ഇതൊന്ന് തേങ്ങയുടെ പാൽ ബീത്തി തായപ്പിനെ നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ തെല്ല് ഇത് പാക്കറ്റ് നല്ല ഒരു ബബിൾസ് ബണ്ട് കൊടുത്തോളൂ നല്ലൊന്ന് ಪ್ಯಾಚಿಟ್ ಕಿಟ್ಟೋಣ ಪ್ಯಾಚಿಟ್ ಬಂದಲ್ಲಿ ಪಿನ್ನ ಐತಿಕ್ರು ನಾನು ನಿಂಗೆ ಪಡ ಕಾಟಿಟ್ಟಿನೋ ಕಲ್ಕಿ ಬೆಚ್ಚೋ ಗೋಧಿರೋಡು ಮಿಕ್ಸ್ ಇಂತಲೇ ಅದು ಇದಕ್ಕೆ ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾರೆ ಅಪ್ಪ ನಲ್ಲೊಂದು ಪ್ಯಾಚಿ ಬಂದರೆ ಅಪ್ಪ ನಾನು ಗೋಧಿರ ಮಿಕ್ಸ್ ಒಂದು ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತುಂಟಲ್ಲ ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಿತ್ತು ಸ್ಪೂನ್ ಮಾತ್ರ ಕೈಯ್യിലുണ്ടല്ലേ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കും ഇല്ലാണ്ടെങ്കിൽ ഒരു സൈഡിൽ അടിയിൽ പിട്ട് പല ആ ഒരു ചാൻസ് സിಕ್ಕರು അപ്പോൾ അതൊന്ന് അങ്ങനെ ആവാണ്ടിക്കോസ്ಕರ ഇതിലുണ്ടല്ലോ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായെങ്കിൽ ഇತ್ತು അപ്പോൾ ഇതൊന്നും നല്ല ബബിൾസ് ಬಂದಿರ್ತಲ್ಲ ಪ್ಯಾಚ್ ಬಂದಿಂಗ್ ಅವರು
ಬಂದಲ್ಲಿ പിന്നെ ഞങ്ങൾക്ക് നോർമലായിട്ട് നെയ്യും പിന്നെ ഒത്തിരി കൊട്ട ദ്രാക്ഷ അങ്ങനെ ಇಂತುಂಟಾയെങ്കിൽ അതൊന്ന് ഒഗർനൈറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ടായെങ്കിൽ അപ്പോൾ ഇത് നല്ല നോക്കൊരു പാക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ആയിരല്ലേ നല്ലൊന്ന് പാച്ചിട്ട് ബണ്ട് പിന്നെ കുറേ ആൾക്ക് ഡൗട്ട്സ് ഇക്കും ചക്കരയുടെ പാക്കത്തത് ഇങ്ങനെ പാൽ തേങ്ങയുടെ പാൽ ഇങ്ങനെ ബീച്ചപ്പോൾ പാൽ പൊട്ട അങ്ങനെ അതെന്തും ആവില്ലവ നോർമലായിട്ട് ഞങ്ങൾ ഇങ്ങനെ പാപ്പാട്ടിട്ട് എടുത്തിട്ടുണ്ടായെങ്കിൽ ಎಲ್ಲ ಪಾಯಸಕ್ಕೂ അങ്ങനെ ಮೇಲೆ ചക്കര ഇട്ടിട്ടായ പിന്നെ ഞങ്ങൾ തേങ്ങയുടെ പാലൊന്ന് ആഡ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഡൗട്ട്സ് ആർക്കെ ബിഗിനേഴ്സിಗೆ ഇന്നാറുണ്ടെങ്കിൽ ക്ലിയർ ആയിത്തല്ല അപ്പോൾ ಇದರೊಳಗೆ ಟೆಕ್ಸ್ಚರ್ ನೋಕರು ಎತ್ತರ ഒരു തിക്കായിട്ട് ಬಂದಿರಂಟು നിങ്ങൾക്ക് ಇನ್ನೂ ഒരു ಪ್ಲೇಟಿಗೆ ಬಿತ್ತಿತ್ತು ಮಣ್ಣಿಪಲ್ ಹಾಕಿಟ್ಟು ಎಡ್ಕೊಂಡು ನಚ್ಚನಲ್ಲ ಗೋಧಿರೋ പൊടിರೋ ಇಟ್ಟು ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಇದೆಲ್ಲ ಯಾರು ಇರ್ತುಂಟಂಗೆ ಇತ್ತು ಗೋಧಿರೋ പൊടി ಇರ್ತದೆ ಬಟ್ ನಕ್ಕಿದು ಇങ്ങനെ നോർമൽ ആയിട്ട് ഒരു പ്ലേറ്റിಗೆ ഇങ്ങനെ ಬಿತ್ತಿತ್ತು ഒരു കുടിക്കൊരു ഒരു ടെക്സ്ചർ ഇരിക്കറല്ലേ അത്ര മയ്യ ഉണ്ട് തിന്നുമ്പോൾ തെൽ ചൊരട് പീസ് ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പണ്ടാവുക അപ്പോൾ ഇത് കൊടുത്തതിൽ കംപ്ലീറ്റ് ആയിട്ട് ചപ്പ ആയിട്ടില്ല ഒരു പുൽപ്പ് വെച്ചേക്കിற നേരത്തേക്ക് ഞാൻ ಇದಕ್ಕೆ തെല്ല നെയ്ക്ക് കൊട്ടയിട്ടിട്ട് കൊടുത്തത് അതൊരു ഒഗർനൈറ്റ് കൊടുത്തത് നല്ലൊരു കൊട്ടറും ആ ഒരു നെയ്യൊരു ഫ്ലേവർ ഉണ്ടല്ലോ നല്ല ഇത് പണ്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കും പിന്നെ എനിക്ക് പായസത്തേക്ക് ദ്രാക്ഷി ഉണ്ടല്ലോ ಒಣ ದ್ರಾಕ್ಷಿ ಅದು ಇಷ್ಟಮೇ ಅಲ್ಲ ಇಟ್ಟಿರೋದು ಅದೊಂದು ഒരു പുളി ടേസ്റ്റ് പോലെ ആയ പോലെ ഒരു ദ്രാക്ഷി ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൈ ആക്കി അത് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അപ്പോൾ എന്ത് ಗೊತ್ತುಂಟಾ ಪಾಯಸ ഒന്നും ಐತಲ್ಲ ಜಸ್ಟ್ എന്തെങ്കിലും ട്രൈ ആക്കിയിട്ട് നോക്കൂ അപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലേ ഒരു നഴ്സറിക്ക് പോയിട്ടുള്ള ഉടുപ്പിയിൽ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കണ്ടല്ലേ വെൽക്കം നഴ്സറി അപ്പോൾ ഞാനിവിടെ 3 നഴ്സറിക്ക് പോയിരെ സീരിയസ്ലി ചൊല്ലുന്നുണ്ടെങ്കിൽ ബട്ട് ഞാൻ വന്നത് ഈ വെൽക്കം നഴ്സറിക്ക് സ്റ്റാർട്ടിങ്ങിൽ നക്കുണ്ടല്ലേ ഈ ബോഗವೆಲ್ಲ ഉണ്ടല്ലേ ഈ കടലാസ് പൂ ಬೆಲ್ತೋ മഞ്ഞൾ പിങ്ക് ഇങ്ങനത്തത് മെയിനായിട്ട് ಬೇನಿಂದು ಬಟ್ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ಅದರ ಪ್ರೈಸ್ ನಕ್ಕೆ ಕಂಪೇರ್ ಹಾಕೊಂಬೋದು ಬೇರೆ ಮಾತ್ರ ಎಲ್ಲನೂ ಇದಾಕಿಟ್ಟು ನೋക്കുമ്പോൾ ഇവിടെ ചുമ്മാ ഹൈപ്പല്ലേ ಇಂತು ആ ഒരു കടലാസ് പൂര ಇದಕ್ಕುಂಡല്ലേ 300 ചില്ലറ എത്ര മെയിൻത്ത് കറക്റ്റായിട്ട് ನೆನಪಿಲ್ಲ ഇപ്പം ಬಟ್ ಇവിടുത്തെ ಪ್ರೈಸ್ നോക്കുമ്പോൾ എനിക്ക് എന്താ ಯಾರೋ ಇನ್ನ ಪಲ ಉಂಟಿಂತು പിന്നെ അത്ര ഒരു ಬೇರೆ ಕಲೆಕ್ಷನ್ಸ್ ഒന്നുമില്ല ಅಂತ ಈ ವೆಲ್ಕಮ್ ನರ್ಸರಿയിൽ ಬಟ್ ನಕ್ಕೆ ಬೇನಾಯ ಪಲ್ತದಿಂತು ಬಟ್ ಅತ್ರ അങ്ങനത്തൊരു ಬೇರೆ ഒരു ഫ്ലവർ ചൂസ് ആക്കിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതില്ല ಅಂತ ನಕ್ಕೆ ಬೇನಾയ ഒരു പൂട് കളേഴ്സ് ഇರೋದುಂಡല്ലേ ಅದೊಂದಿಂತು പിന്നെ ഞാൻ സെക്കൻഡ് നഴ്സറിക്ക് ಬಂದೆ അതേത് നഴ്സറി നിങ്ങൾക്ക് ചൊല്ല ನಾನು ಬಟ್ ಊಟದವರು ಕಲೆಕ್ಷನ್ಸ್ ಉಂಡಲ್ಲಿ నాకు ಇಷ್ಟ ಇದೆ ಬಟ್ ಕಲೆಕ್ಷನ್ಸ್ ಎಲ್ಲ നല്ല മെയിൻത്ത് അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് അവിടെ ഇല്ലാത്ത എത്രയോ കലക്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് ബട്ട് ഈ ഒരു തൈ ഉണ്ടല്ലോ എനിക്ക് ചുമ ഇഷ്ടമായിട്ട് അതിൽ പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം മെയിൻത്ത് എങ്ങനത്തെ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സും അത് നക്കുണ്ടല്ലോ പിന്നെ ബി എച്ച് ചന്ദ്രസെന്നുണ്ടെങ്കിൽ ಫಸ್ಟಿಗೆ ಕೊರಿಯ ಕೊಂಪೈತು ನೋಕ್ರೆ ಆದರೆ నాకు ಮೇಂಟೈನ್ ಹಾಕೋಕೆ ಅವ್ರುಂಟಾಗಿ ಮಾತ್ರ ನಾನು ಎಲ್ಲ ಪರ್ಚೇಸ್ ಹಾಕ್ರೆ പിന്നെ ಇದು ಇಂಡೋರ್ ಪ್ಲಾಂಟ್ಸ್ ನಾನು ಅವ್ರ ಪ್ಲಾನಿಂಗ್ ಇಲ್ಲ ಅಂತ ಬಟ್ ಅವತ್ತಗೊಂದು ಪರ್ತ್ ಸೈಡ್ലുണ്ടല്ലേ ഫുള്ളൊന്ന് ഗാർഡൻ ആക്കും ഇങ്ങനത്തൊരു ട്രൈ ആക്കിയിട്ട് നോക്കുന്നുണ്ട് ബട്ട് ಅದಕ್ಕೆ ഞങ്ങൾ തൈ ഒന്ന് നട്ടൊൽപ്പിനുണ്ടല്ലേ ಅದಕ್ಕಾയിട്ട് ഞങ്ങൾ ടൈമർ ഒന്ന് കൊടുക്കണോಡು സുബേഞ്ചിത്ത് ഞങ്ങൾ കുക്കിംഗ് ഒക്കെ റെഡിയില്ലേ ഹസ്ബൻഡ് ഡ്യൂട്ടി പോകുമ്പോൾ ഫുഡ് ആക്കിയിട്ട് കൊടുക്കുന്നു കിടോടെ നോക്കുന്നു ഇപ്പുറത്തെ തൈക്ക് തന്നി ബീത്തോನು ഒരു നാൾ ಅಪರ ಮಿಸ್ ಆಯ್ತುಂಟಾಗ ಅದು ಬೇಲ್ ಬಂತು ಸಾವಿರ അങ്ങനെಲ್ಲ ಅವರಲ್ಲೇ അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ആക്കുക അവിടെ നോക്കിയിട്ട് ഒരു 7 തൈ ಕೊಂಪುಂಡ ചെന്തങ്ങനെ വിചാരിച്ചിട്ട് ಬಂದರೆ ನಾನು അത് മെയിൻറ്റെയിൻ ആക്കുക അവിടെ ഉണ്ടായെങ്കിൽ നെക്സ്റ്റ് പിന്നെ ಇಂಪ್ರೂವ್ಮೆಂಟ್ ಆಗಿ പോയി ചെന്ത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ಬಗ್ಗೆ അത്ര ഒരു ഇതാക്കി കൊടുത്തിട്ടില്ല ನಾನು ಬಟ್ നോക്കാം ഇൻഷാല്ല ಇನ್ನೊರ್ಕ ഇതാക്കാണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ കുറേ പ്ലാന്റ്സ് എല്ലാം മീന്ത് പിന്നെ ജാമുണ്ട് ചെറിയ മരത്തിലെ ചുമ ജാമ്പാവുന്നത് അതും മീന്ത് പിന്നെ ചുമ ഫ്രൂട്ട്സ് തൈ ചുമ പിന്നെ ನನಗೆ ರೋಸ್ರ ತೈ ಈ ಗುಲಾಬಿ ತೈ ಬೇಲಕ್ಕೆ ಗೊಂತಿಲ್ಲ അവിടെ ಮೇವಣಿಗೆ ಪಲ್ಯ ಇಂತು ಕರೆಕ್ಟಾಯ್ತು ಅವರು ಅದಕ್ಕೊರು ಬೆಳವಣಿಗೆ ಕೊರಡಿನ ಪಲ್ಯ ಇಂತು അത്ര ഒരു ഇഷ്ടമായിട്ടില്ല ബട്ട് ഒരു 75% ഓക്കെ ഞാൻ ഫസ്റ്റിಗೆ പോയ വെൽക്കം നഴ്സറി ಅಂತല്ലേ ಅದ್ರಾನೆ ಎತ್ರ ಇದಾವುಂಟಿಂತು ಬಟ್ ಅವಡಲಕ್ಕ ഒരു ಕೊರೋಡಿ ಕಲೆಕ್ಷನ್ಸ್ ಬಟ್ ഇവിടെ ಭರ್ಜರಿ ಕಲೆಕ್ಷನ್ಸ್ ಇಂತು ಬಟ್ ಇದು ಓಡೆ ಚಂದ ನಾನು ಹಿಂಗೆ ಕಾಟ್ರೆ ನೋಕೋರು ಲಾಸ್ಟ್ಲು ಓಡೆಂಟಿಡ್ರೆ ನಾನು ಜಂಡು 3 പോയല്ലേ ಅವ್ರದ್ದು ಕಂಪ್ಲೀಟ್ ಡಿಫ್ರೆಂಟ್ ಆಯ್ತುള്ളത് ನಾನು ಕಾಟ್ರೆ ಬಟ್ ಬೆಸ್ಟ್ ಎದಕ್ಕೆ ನಿಂಗೆ പോകേണ്ട ചെന്നെങ്കിൽ ನಾನು ಬಂದು തേർഡ് നഴ്സറി ഇത് ഞാൻ അത് പോയതുണ്ടല്ലേ SM നഴ്സറി ഉണ്ടല്ലേ സെക്കൻഡ് ടൈം പോയ കാട്ടില്ല അത് SM നഴ്സറി ഫൈനലി ഞാൻ വന്ന ഉടക്ക് ഈ നഴ്സറി ഉണ്ടല്ലേ ഇത് ಬೇರೆ ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാട്ടുക ഇതെന്തായാലും നിങ്ങൾ ഉടുപ്പിൽ ആരായെങ്കിന്നാറുണ്ടായെങ്കിൽ സോറി ഇത് ഉടുപ്പിലല്ല ഉച്ചില മൂലൂരിലു ಬಟ್ ಆರಾಯಂಗೆ ಅಣ್ಣ ಮುಟ್ಟಕ್ಕೆ ತಿನ್ನಾರಂಟಾಯಂಗೆ ಜಸ್ಟ್ ವಿಸಿಟ್ ಹಾಕೋರವ നല്ല ಕಲೆಕ್ಷನ್ಸ್ ಅಡ್ಡಿಪೊಲಿ ಕಲೆಕ್ಷನ್ಸ್ ಅವ ನಾಹಿಟ್ಟು ಆ ಜಂಡು ನರ್ಸರಿಗೆ ಕಂಪೇರ್ ಆಗಿ എന്തുമല്ല അത്ര നല്ല കളക്ഷൻസ് എല്ലാം മീത്ത് എങ്ങനത്തെ തൈങ്ങ വേണമെങ്കിൽ മീത്ത് ഒരു 10,000 മേൾഡ് ഒരു പോട്ടിಗೆ 10,000 അല്ല അത്രയുടെ റേറ്റ് ഇതും മീത്ത് പോട്ട് ബട്ട് ഇവിടെ
ಓಕೆ ಇಂತು ಈ ಚೆರೆ ತೈಕೆಲ್ಲ 65 ರುಪೀಸ್ 75 ರುಪೀಸ್ 100 ರುಪೀಸ್ ಫ್ರೂಟ್ಸ್ ಅದಕ್ಕೂ ಮದಿದು ಪಿನ್ನೂಡೆ ನನ್ನ ಹಸ್ಬೆಂಡ್ ಕೊರಿಯ ಫ್ರೂಟ್ಸ್ ಅದು ಅದಿದು ಉಂಟು ಎಲ್ಲ ಬೇಚೊಪ್ಪರು ಅದು ಇದೆಲ್ಲ ಇರ್ತಿತ್ತು പിന്നെ ഞാൻ ಯಾರ ಕಾನ್ಸಂಟ್ರೇಷನ್ ಹಾಕಿರೋ ನನಗೆ ಗಾರ್ಡನ್ ಹಾಕೊಂತಂತಲ್ಲಿ അങ്ങനെ ಕೊರಿಯ ಫ್ಲವರ್ಸ್ ಅದೆಲ್ಲ ನೋಕಂತ ರೋಸ್ಗೆ ಯಾರು ಇಂಪಾರ್ಟೆನ್ಸ್ ಕೊಡ್ತಿರ್ತಿಲ್ಲ ಒಂದು ಮಾತ್ರ ಇರ್ತಾರೆ ಬಾಕಿರೋದೆಲ್ಲ ಡಿಫ್ರೆಂಟ್ ಕಲರ್ಸ್ಫುಲ್ ஒரு ಕಲರ್ಫುಲ್ ಐತಿ ಕಟ್ಟಿನ ಬೇರೆ ಬೇರೆ ಕಲರ್ಸ್ ಅದೆಲ್ಲ നോക്കിയൊന്ന് ಬಟ್ ನಾನೋಡೆ ವೀಡಿಯೋ ಉಂಡಲೆ ಒಟ್ರಾಸಿ ಇങ്ങനെ ಎಡ್ತೊಂದು പോയി എന്നുണ്ടെങ്കിൽ എന്ത്ര ಬಂತು ಅದು ನಿಂಗೆ ಕಾಟಿದ್ದು ಜಸ್ಟ್ ತಂಡೆ ಅಂಟು నాకు ಇಪ್ಪರ್ತ വീഡിയോമേ ആക്കിയ പോയിട്ടെങ്കിൽ എന്ത്ര ಬೇನಾവുത്തുಗು ಅದು ಎಡ್ಕೋಗೋವಲ್ಲೇ അതും ಕಷ್ಟ ಅವರಲ್ಲೇ അപ്പോൾ ನಾ ಪರಿಪಾರ ಉಂಡಲೆ ಇದು ಊടെ ಎಂದ್ರ ಗೊತ್ತುಂಡ ಜಂಡು ನರ್ಸರಿ ಉಂಡು ಅಪ್ಪತ್ತಿಪ್ಪತ್ತದು പിന്നെ കേൾക്കുമ്പോൾ എന്ത്ര ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാം മൂത്തുണ്ട് ചെന്നാറ് വെസ്റ്റ് കോസ്റ്റ് നഴ്സറി അതിൽ പിന്നെ ഈ ഒരു നഴ്സറി ഇന്നെ കാട്ടില്ലേ ജണ്ടു അപ്പുറത്തെ ഇപ്പുറത്തേ ഉള്ളൂ ആർക്കെങ്കിലും ജസ്റ്റ് വിസിറ്റ് ആക്കുകയെന്നുണ്ടെങ്കിൽ ഈ ജണ്ട് നഴ്സറിക്ക് വിസിറ്റ് ആകും അപ്പം ഞാൻ കൂടി കുറേ കോന്നുണ്ടല്ലേ കളക്ഷൻസ് നിങ്ങളൊട്ടും ഷെയർ ആക്കുക ഇതൊന്ന് കോന്ത് ഔത്തിൽ നട്ടിട്ട് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക ഷെയർ ആക്കുക എന്തായെങ്കിലും മറക്കണം ഇൻഷാല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ಬಂಡೆ ಅದಕ್ಕೆ ಮುನ್ನ ನನ್ನ ಚಾನಲನ್ನು ಫಸ್ಟ್ ಟೈಮ್ ನೋಕ್ರಂಗಿನ್ನಾರಂటే ಚಾನಲನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋರು ಸೈಡ್ലുള്ള ಬೆಲ್ ಬಟನ್ ಆಲ್ ಚೈಲ್ಡ್ ಆಪ್ಷನ್ ಕ್ಲಿಕ್ ಆಗಿ ಉಂಡಲಿ ನಾನು ಪಿನ್ನಿಟ್ಟು ಎಲ್ಲ ವಿಡಿಯೋದ ನೋಟಿಫಿಕೇಷನ್ ನಿಂಗೆ ಬೇಗನೆ ಬಂತು ಎತ್ತರು